നമസ്കാരം. നാളെ ജൂൺ 26 വ്യാഴാഴ്ചയാകുന്നു. നാളത്തെ ദിവസം രാശി പ്രകാരം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ ഒരല്പം കൂടുതൽ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസമാണ്. ഇന്നേ ദിവസം ഇവർക്ക് പ്രധാനമായും ചില കാര്യങ്ങൾ കൂടുതലായും അനുകൂലമാവുകയും എന്നാൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. അതേക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമുണ്ട്. അതേക്കുറിച്ചും വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുന്നതിനുള്ള ചില പ്രവൃത്തികളിൽ ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്താം. സാമ്പത്തികം ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ് ഇത്. തൊഴിലുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. പലവിധ ഉപദേശങ്ങൾ അത് പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളെ ഇന്നേ ദിവസം കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. ആരോഗ്യ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ ദിവസമാകുന്നു. ഏതൊരു കാര്യത്തിനും ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസമാണ്. അതല്ല എങ്കിൽ അത് വഞ്ചനയ്ക്കും ചൂഷണത്തിനും കാരണമായി തീരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം കൊണ്ടുവരുവാൻ ഇന്നേ ദിവസം ശ്രമിക്കുകയും അത് വിജയിക്കുകയും ചെയ്യാവുന്നതാണ്. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട അനുകൂലമായ കാര്യങ്ങൾ അവർക്ക് സഹായം ചെയ്യുന്നതായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതായ സമയമാണ്. മാനസിക സംഘർഷങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പഴയകാല സുഹൃത്തുക്കളെ പോലും കണ്ടുമുട്ടുവാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പരാധീനതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ ഒരു സമയമാണ് വന്നു ചേരുക. അലച്ചിലും ക്ഷീണവും അത്തരം ചില കാര്യങ്ങൾ വന്നു ചേരാം. എങ്കിലും ഊർജ്ജസ്വലതയോടെ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും. ശത്രുക്കളെ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതിനാൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് തടയുവാൻ സാധിക്കുന്ന സമയമാണ്. പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില ഉപദേശങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. ചിന്തിക്കാതെയുള്ള പ്രവൃത്തികൾ ഇന്നേ ദിവസം സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി തീരാം. മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ച് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ധനനഷ്ടത്തിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി അല്പമൊന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നതും പ്രത്യേകിച്ചും ഭഗവാന് ഭാഗ്യസൂക്തവും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുന്നത് ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാണ്. ഈ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായി നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളിലും അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇന്നേ ദിവസം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതായ സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുമായി അലോഹ്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾ ഇന്നേ ദിവസം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നാൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ മാത്രം വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനാലോ നഷ്ടങ്ങളും സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ജീവിത സംഘർഷങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. പരീക്ഷ, അഭിമുഖം തുടങ്ങിയ കാര്യങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. പലരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് വന്നു ചേരാം. ചില വ്യക്തികൾക്ക് സമയം നൽകുവാനുള്ള സാധ്യതകൾ, അവർക്ക് പിന്തുണ നൽകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
സമാധാനം തിരികെ കൊണ്ടുവരിക, സമാധാന അന്തരീക്ഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടം നൽകിയതായ പണം തിരികെ ലഭിക്കുക, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വരിക, പ്രതീക്ഷിച്ചതായ സഹായം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം. ഇത്തരത്തിൽ ധനപരമായ പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. കർമ്മ പദ്ധതികൾ പലതും ആവിഷ്കരിക്കാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ തൊഴിലിടത്ത് കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരാം. സമാധാനം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബ ജീവിതത്തിലും അത് പ്രകടമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. സാമ്പത്തിക ക്ലേശങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതുമാണ്. എന്നാൽ ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തണം. കൂടാതെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം ഭഗവാന് നെയ്വിളക്ക് നടത്തുന്നതും അതോടൊപ്പം തുളസിമാല ചാർത്തുന്നതും ഫലങ്ങൾ ഇരട്ടിക്കുന്നതിനും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതിനും സഹായകരമാണ്. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സരസമായി തന്നെ നിങ്ങളുടെ പെരുമാറ്റം ഇന്നേ ദിവസം കൂടുതൽ ആളുകളെ ആകർഷിക്കുവാൻ സഹായകരമായി തീരും. പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാനുള്ള സാധ്യതകളുണ്ട്. ലാഭകരമായ കച്ചവടങ്ങൾ, ലാഭകരമായ കാര്യങ്ങൾ, പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. അത് ധനപരമോ മറ്റു നേട്ടങ്ങളോ നിങ്ങൾക്ക് നൽകാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ചില യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ വിഷമകരമായ ചില കാര്യങ്ങൾ പ്രവൃത്തികൾ മൂലമോ അപ്രതീക്ഷിതമായോ കടന്നു വരാം. എന്നാൽ അതിൽ തളരാതെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഭാവിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ അത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യാവുന്നതാണ്. മാനസിക സംഘർഷങ്ങളുണ്ട് എങ്കിലും അതിൽ ലഘൂകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പങ്കാളിയിൽ നിന്നും സ്നേഹപൂർവമായ പെരുമാറ്റം ലഭിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ തൊഴിലിനായുള്ള അലച്ചിൽ ഉണ്ടാകുന്നതായ ദിവസമാണ്. ചില ശുഭകരമായ വാർത്തകൾ തൊഴിൽ ലബ്ധിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാവുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസമാണ്. ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരിക, അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാം. ഇന്നേ ദിവസം പൊതുവിൽ ബന്ധം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന സമയമാണ്. യാത്രാക്ഷീണം വന്ന് ചേരാവുന്ന ഒരു ദിവസമാകുന്നു. പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി ചർച്ച നടത്തി എന്ന് വരാം. ധനം ആവശ്യമുണ്ട് എങ്കിലും ധനം ലഭിക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. അപ്രതീക്ഷിതമായി മറ്റുള്ളവരിൽ നിന്നും സഹായമാണ് എങ്കിലും ലഭിക്കാവുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുവാനും എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾക്ക് കാരണമായി തീരാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ഇന്നേ ദിവസം മഹാവിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. അതിനാൽ ഇന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രത്തിലോ ദർശനം നടത്തുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന വഴിപാട് നടത്തുക. പ്രത്യേകിച്ചും നടത്തുവാൻ ഏറ്റവും ഉത്തമമായ വഴിപാട് ഇന്നേ ദിവസം നെയ്വിളക്കാണ്. അതോടൊപ്പം ഒരു തുളസിമാല കൂടി സാധിക്കുന്നവർ ഭഗവാന് ചാർത്തുക. ഇപ്രകാരം ഈ വഴിപാടുകൾ നടത്തി ഇന്നേ ദിവസം ഭഗവത് മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉത്തമമായി തീരും. ഫലങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നാളുകാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുക. ചിലർ കുറ്റപ്പെടുത്തി എന്ന് വരാം. എന്നാൽ പിന്നീടായിരിക്കും മറ്റുള്ളവർക്ക് പോലും അതിലെ അബദ്ധം മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ
മാനഹാനി നേരിടാവുന്ന ചില കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ സാധിക്കും. ആവശ്യങ്ങൾ ഇന്നേ ദിവസം നിറവേറ്റുവാൻ സാധിക്കും. അത് കുടുംബത്തിന്റെ ആകാം, മാതാപിതാക്കളുടെ ആകാം, വേണ്ടപ്പെട്ടവരുടേതാകാം. അത്തരത്തിൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്ന സമയമാണ്. കൂടാതെ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവരുമായി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉയർച്ചയ്ക്കുള്ള വഴികൾ തെളിയാം, അല്ലെങ്കിൽ ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതിന് 3 വഴികളാണ് പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുക. ആദ്യത്തേത് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാകാം. ചില കാര്യങ്ങളിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അലംഭാവം കൊണ്ട്, ആലസ്യം കൊണ്ട് നഷ്ടം സംഭവിക്കാം. ചതി കൊണ്ടും ഇത്തരത്തിൽ നഷ്ടം സംഭവിക്കാം. അതിനാൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവരുമായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. യാത്രകൾ നടത്തേണ്ടതായി വരാം. അപ്രതീക്ഷിതമായി സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള വഴികൾ തുറന്നു ലഭിക്കാം. കൂടാതെ ഇന്നേ ദിവസം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ആശ്വാസം പകരുന്നതായ പല വാർത്തകളും കേൾക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം ശരിയായ രീതിയിൽ പെരുമാറുവാൻ, സരസമായ രീതിയിൽ പെരുമാറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലാഭകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഭാവി ജീവിതത്തെ പറ്റിയുള്ള ചിന്തകൾ വർദ്ധിക്കാവുന്ന ദിവസമാണ്. കുടുംബജീവിതത്തിലേക്ക് സ്വസ്ഥത, സമാധാനം കൊണ്ടുവരുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഇന്നേ ദിവസം പൊതുവിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു അവതാര ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ്. ഭഗവത് മന്ത്രങ്ങൾ ജപിക്കുകയും ഇന്നേ ദിവസം നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും, അതോടൊപ്പം ഒരു തുളസിമാല അല്ലെങ്കിൽ ഭഗവാന് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കും. പൊതുവിൽ ഈ രാശിക്കാർക്ക് ഇന്നേ ദിവസം അല്പം കൂടുതലായും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം.